നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഒരുപാട് ഇവളെ അങ്ങ് പുകഴ്ത്തണ്ട. ആ പെണ്ണ് ചത്തില്ലെങ്കിലോ? അവൾ ഇന്ന് അതേതായാലും കഴിക്കും. മുത്തശ്ശി വന്ന സ്ഥിതിക്ക് മരുന്നിന്റെ കാര്യം ചോദിക്കൂന്ന് പേടിച്ചെങ്കിലും അവൾ ആ ലേഹ്യം കഴിക്കും. ആ മരുന്നൊക്കെ പഥ്യം നോക്കി കഴിച്ചില്ലേ മോളെ? 14 ദിവസം സേവിക്കണമെന്നല്ലേ പറഞ്ഞത്? ആ, മുത്തശ്ശി പറഞ്ഞ പഥ്യം എല്ലാം നോക്കി 14 ദിവസം കഴിച്ചു. ഇനി ഇത് തുടരണോ? അയ്യോ വേണം വേണം, അത് നിർത്താൻ പാടില്ല. അല്ല, പറയുന്നത് കേട്ടിട്ട് ഔഷധ സേവ നിർത്തിയ മട്ടുണ്ടല്ലോ. മുത്തശ്ശിക്കറിയാലോ, ഇവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവളെ കരുതിയ ഞാൻ കല്യാണത്തിന് സമ്മതിച്ച ഇവളൊറ്റയ്ക്കാവൂന്ന് പേടിച്ച. മറ്റാരുമില്ല മുത്തശ്ശി, ഒരു സഹായത്തിന് പോലും. വന്ന് കേറിയില്ല, അതിനു മുമ്പ് ഞാൻ കേട്ടു ഊരും പേരും ഇല്ലാത്തവളാണെന്നോ അനാഥയാണെന്നോ ഒക്കെ. ശില്പയായിട്ടുള്ള കല്യാണത്തിനും അവളെക്കുറിച്ചും പറഞ്ഞതല്ലേ ഇതൊക്കെ? അതുപോലെ അല്ല എന്റെ മോള്. നിന്റെ കൂടെ ഭഗവതിയുണ്ട്. ഒരുപാട് പേരെ കണ്ടതല്ലേ ഞാൻ. നെല്ലും പതിരും ഒക്കെ കുറിച്ച് നോക്കാതെ തിരിച്ചറിയാൻ ഈ മുത്തശ്ശിക്ക് കഴിയുമോളെ. കല്യാണ നിശ്ചയം മുതൽ കുടിവെപ്പ് വരെ എല്ലാം മുന്നിൽ നിന്ന് നടത്തി തന്നിട്ടേ ഞാൻ ഇനി പോകുന്നുള്ളൂ. തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ഗീതമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചു വരിക ഞാൻ. അല്ല, എന്റെ കാലം കഴിഞ്ഞാലേ കുടുംബക്ഷേത്രത്തിലെയും നാട്ടിലെയും കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം.